ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീൻ വറക്കുന്നതാണ്. മീൻ വറക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റായിട്ട് മീൻ എങ്ങനെ വറുത്തെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇന്ന് എടുത്തിരിക്കുന്ന മീൻ എന്ന് പറയുന്നത് കല്ലടയാണ്. അപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ആറ്റുമീനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ കല്ലട നല്ല വെട്ടിക്കഴുകി ഫ്രഷാക്കി എടുത്ത് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. ഏത് മീൻ വേണമെങ്കിലും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു കുറച്ച് നാരങ്ങാ നീര് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ നാരങ്ങാ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇതിനുശേഷം നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് കുറച്ച് വെള്ളം കൂടിയാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നമ്മൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വെട്ടിക്കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീനെടുത്ത് ഇതിലേക്ക് ഇട്ട് ആ മീനിലേക്ക് ഇതെല്ലാം ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ മസാലയൊക്കെ ഈ മീനിലേക്ക് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തേക്ക് ഈ മസാലയൊക്കെ മീനിലേക്ക് പിടിക്കാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇത്ര അല്ല, കുറച്ചും കൂടി ഉണ്ട്. അത് ഞാൻ വീഡിയോ അതായത് മീൻ വറക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് കുറച്ച് സമയത്തേക്ക് ഈ മസാലയൊന്ന് പിടിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് നമ്മൾ മീനിലൊക്കെ നല്ല മസാലയെല്ലാം പിടിച്ചാൽ നല്ല സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അടുപ്പത്തിലേക്ക് ഒരു പാൻ അടുപ്പത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ അങ്ങോട്ട് വറുത്തങ്ങോട്ട് എടുക്കാം. ഈ വറുത്തെടുക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണാൻ തന്നെ ശ്രമിക്കുക. ഇനി ഇതിലേക്ക് ഈ മീൻ ഓരോന്ന് വീതം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ നമ്മൾ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് വേദനം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഒരു സൈഡ് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മറു സൈഡ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. മറിച്ചിട്ടിട്ട് ഇപ്പം നമ്മൾ ഇതിൻ്റെ മറു സൈഡാണ് മറിച്ചിട്ടിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ആദ്യം കുറച്ച് ചതച്ച ചെറിയ ഉള്ളി ഇതിൻ്റെ ഈ ഗ്യാപ്പിലേക്കൊക്കെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. ഈ ഗ്യാപ്പിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമ്മൾ ഇതിൻ്റെ ഇടയിലേക്ക് ഈ ഗ്യാപ്പിലേക്ക് ഇട്ടപോലെ തന്നെ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി നമ്മൾ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇത് മൂന്നും ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കിനും ഈ മീൻ വറക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒരു നല്ല ടേസ്റ്റാണ്. ഇത് ചേർത്ത് കഴിക്കുന്നതും ചേർക്കാതെ കഴിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ ഇനി ഒന്ന് തയ്യാറാക്കി നോക്കുമ്പോഴത്തേക്കിനും ഈ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ചേർത്തിട്ട് മീനൊന്ന് വറുത്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നതിനും വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഇതൊക്കെ വറക്കുമ്പോഴത്തേക്കിനും തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ മീനൊക്കെ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മറുസൈഡ് വേദനം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്തരം വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് സൈനിങ് അപ്പ് റോഷൻ ഖാൻ.